പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ കുറച്ച് ദിവസമായി ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഒട്ടും സമയം കിട്ടിയില്ല. ഞാൻ ഇച്ചിരി തിരക്കിലെന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് സുഖമില്ലാതായിട്ട് കുറേ നാളായി. ഞങ്ങൾ ആ ഒരു അലച്ചില്ലാണ്. ദേ ഇപ്പോഴും കിടക്കുന്നുണ്ട്, ആൾ കിടക്കുക. അപ്പം പിന്നെ ഞങ്ങളിവിടെ വന്നപ്പോഴത്തേന് പുള്ളിക്ക് തല ചുറ്റുന്ന, തലയ്ക്ക് ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഇന്നത്തെ ട്രീറ്റ്മെൻറ്റ് നടക്കത്തില്ല. അത് കാരണം ഞങ്ങൾ തിരിച്ച് വണ്ടി ബുക്ക് ചെയ്തിരിക്കുന്ന രാത്രി 10:30. എന്നാൽ പിന്നെ ഇവിടെ റൂമെടുത്ത് ഇവിടെ നിന്ന് അത്രയേ ഉള്ളൂ. സാഹചര്യങ്ങൾക്കനുസരിച്ചല്ലേ എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഒരു വീഡിയോ എടുത്തേക്കാം. ഇപ്പോൾ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഹോസ്പിറ്റലിൻ്റേതായ കാര്യങ്ങളാണല്ലോ പറയേണ്ടത്. നമ്മുടെ ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു മെഡിക്കൽ കോളേജിൽ ഭക്ഷണം കൊടുക്കുന്നു, അത് കൊടുക്കേണ്ട കാര്യമില്ല, നിർത്തലാക്കിയ കാര്യം. ഈ പറഞ്ഞ ആൾ ഒരു സാമ്പത്തികം ഇല്ലാതല്ലാതെ അദ്ദേഹത്തിന് പിന്നെ പ്രവർത്തിക്കാൻ ആരുമില്ലാതെ ആ മെഡിക്കൽ കോളേജിലൊന്ന് കിടന്ന് നോക്കണം. അപ്പോഴറിയാൻ പറ്റും ആ ഒരു പൊതി ചോറിൻ്റെയോ അല്ലെങ്കിൽ കിട്ടുന്ന ഇഡ്ഡലിയുടെയോ സാമ്പാറിൻ്റെയോ ഒക്കെ വില അറിയുന്നത്. ഈ സാധാരണക്കാരായ മനുഷ്യർക്ക് അവിടെ DYFIയുടെ പിള്ളേർ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, സന്നദ്ധ സംഘടനകൾ കൊടുക്കുന്നുണ്ട്, KSUവിൻ്റെ കുട്ടികൾ കൊടുക്കുന്നുണ്ട്, സേവാഭാരതി കൊടുക്കുന്നുണ്ട്. ഇതൊന്നും അവർ രാഷ്ട്രീയം നോക്കിയൊന്നും അല്ല കൊടുക്കുന്നത്. അതിലൂടെ കുറേ വോട്ട് മേടിക്കാമെന്നുള്ള ചിന്തയിലൊന്നും അല്ല ഇവരാരും അത് ചെയ്യുന്നത്. അവർ ചെന്ന് പറഞ്ഞാൽ 5 പൊതി 4 പൊതി 10 പൊതി കിട്ടുന്ന വീടുകളിൽ നിന്ന് കളക്ട് ചെയ്ത്, അല്ലെ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന്, ഹോട്ടലുകളിൽ നിന്ന്, അല്ലെങ്കിൽ കൊടുക്കാൻ മനസ്സുള്ളവരുടെ കയ്യിലെ കാശ്, ഇതെല്ലാം കൊണ്ട് അവർ കരുതി കൊണ്ടുവന്ന് ഈ പാവങ്ങൾക്ക് കൊടുക്കുന്നു. നല്ല പ്രായമുള്ളവർ, കൂടെ ആരുമില്ലാത്തവർ, ഒരുപാട് പൈസ എടുക്കാനില്ലാത്തവർ ഒക്കെ ഒരുപാട് ആളുകൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ഞാനും ഒരുപാട് ബുദ്ധിമുട്ടി. അങ്ങനെ നമ്മൾ വിഷമിച്ചിരിക്കുമ്പോഴായിരിക്കും മരുന്നിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴായിരിക്കും ഇത് ഭക്ഷണം കൊടുക്കുന്നതാണെന്ന് നമ്മൾ അന്നേരം അതിലിപ്പോൾ ഓടിപ്പോയി മേടിച്ചിട്ട് നമ്മൾ കൊണ്ടുവന്ന് രോഗിക്കും കൊടുത്ത്, അല്ലെങ്കിൽ ബാലൻസ് നമ്മളും കഴിച്ച്. അത് അനുഭവിച്ചറിയണം. അല്ലാതെ നമ്മൾ പറഞ്ഞാൽ അത് എത്രത്തോളം ഒരാൾക്ക് മനസ്സിലാകും എന്നെനിക്കറിയാൻ പറ്റും. അത് കൊടുക്കരുതെന്നല്ല പറയേണ്ടത്, അവിടുത്തെ സിസ്റ്റമാണ് സാർ ശരിയാക്കേണ്ടത്. ഏത് ആരോഗ്യമന്ത്രി വന്നാലും ഒട്ടും ആരോഗ്യമില്ലാത്ത രീതിയിലാണ് ഇതിൻ്റെ എല്ലാം പ്രവർത്തനങ്ങൾ പോകുന്നത്. ഞാൻ പറയാൻ പ്രത്യേകിച്ചൊരു കാരണമുണ്ട്. ഞാനൊരു 2-2.5 വർഷമായിട്ട് നിരന്തരം വരുന്ന ഒരു ഹോസ്പിറ്റലാണ്. എല്ലാ മാസത്തിലും 2 പ്രാവശ്യം 3 പ്രാവശ്യം അല്ലെങ്കിൽ 1 പ്രാവശ്യം വരുന്ന ഒരു ഹോസ്പിറ്റലാണ് ഈ അരവിന്ദ മെഡിക്കൽ കോളേജ്. അവിടെ ഒന്ന് കണ്ടു നോക്കണം. ബാക്കി സ്റ്റാഫുകളുടെ കാര്യമൊന്നും പറയണ്ട, അവരൊക്കെ തങ്കമെന്ന് പറയും. അതവിടെ നിൽക്കട്ടെ. വാഷ്റൂമൊക്കെ ഉണ്ടല്ലോ, നമുക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയത്തില്ല, അങ്ങനെ ഇട്ടിരിക്കുന്നത്. അതൊരു ട്രസ്റ്റിൻ്റെ ആണെന്ന് തോന്നുന്നു, അല്ലെ സർക്കാരാവട്ടെ, എന്തോ ആയിക്കോട്ടെ, അത് സൂക്ഷിക്കുന്നിടത്താണ് കാര്യം. എല്ലാ സ്ഥലത്തും ഉദ്യോഗസ്ഥരുണ്ടല്ലോ, എല്ലാ കാര്യങ്ങൾക്കും ഉദ്യോഗസ്ഥരുണ്ടല്ലോ. ആ ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നവർ മാസം ശമ്പളം മേടിക്കുക എന്നതിന് മാത്രം നിൽക്കാതെ അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന ജോലി കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം വൃത്തിയായി കിടക്കും. കാരണം ഒരു ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ പറയും ആ ലിഫ്റ്റ് വർക്ക് ചെയ്യത്തില്ല കേട്ടോ, അപ്പുറത്ത് പോകും. അവിടെ ചെല്ലുമ്പോൾ പറയും അത് വർക്ക് ചെയ്തില്ല. കുറഞ്ഞ ഒരു 5 ലിഫ്റ്റ് വർക്ക് ചെയ്യാതെ കിടപ്പുണ്ട് മെഡിക്കൽ കോളേജ്. പിന്നെ മെഡിക്കൽ കോളേജ് തുടങ്ങിയത് ഏത് വർഷമാണെന്നൊന്നും എനിക്കറിയാൻ മേല. ആ വർഷം ഇട്ട ബെഡും അവിടെ ഈ ഷെൽഫ് വെക്കുമല്ലേ, നമുക്ക് ഭക്ഷണം വെക്കാൻ, അല്ലാതെ വെള്ളം ഇതൊക്കെ വെക്കാനായിട്ട് വെക്കുമല്ലേ, അതിൻ്റെ പരിസരത്തിരുന്ന് വെള്ളം കുടിക്കാൻ നമുക്ക് തോന്നില്ല, അങ്ങനത്തത്. ഇനി സർക്കാരിന് കാശില്ലെങ്കിൽ, ഞങ്ങളുടെ ഈ കാശില്ല, ആരെങ്കിലും ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പോലും ഓരോ സ്ഥലത്തേക്കുള്ള ബെഡൊക്കെ തരാൻ ഇപ്പോൾ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം ഇവരിതൊന്നും ചെയ്യുകയില്ല, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുകയില്ല. പിന്നെ ആക്രിക്കെന്നും പറഞ്ഞ് കുറേ സാധനങ്ങൾ കൂട്ടിയിട്ടുണ്ട്. അത് പിന്നെ കാലാകാലങ്ങൾ അവിടെ അങ്ങനെ കിടന്നോളൂ. ആക്രി വിറ്റ് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. അതൊക്കെ പറഞ്ഞ് ആക്രിക്കാർക്ക് വർഷാവർഷം ലേലം ചെയ്ത് കൊടുത്താലും അവർക്കും ഒരു ഉപജീവനമാകും. അത്രയും സ്ഥലം ഈ വേസ്റ്റ് കൊണ്ട് നിറയത്തില്ല. അങ്ങനെ എന്തെല്ലാം കാഴ്ചകൾ കാണണം നമുക്കവിടെ ചെന്ന് കഴിഞ്ഞാൽ. ഒരുപാട് പറയാനായിട്ടാണ് എൻ്റെ മെമ്മറിയിൽ ഇതൊന്നും നിൽക്കുന്നില്ല സത്യം പറഞ്ഞു. ഒരുപാട്. അന്ന് ഞാൻ സത്യം വിചാരിച്ച ഒരു വീഡിയോ ചെയ്യണം, പിന്നെ വിചാരിച്ചു എന്തിന്, നമ്മളെക്കാളും അറിവും വിവരവും ഉള്ളവരൊക്കെ പറഞ്ഞിട്ടും ഒന്നും നടക്കാത്തടത്താണ് നമ്മളിനിയിപ്പോൾ ഇത് പറയുന്നത്. എന്നാലും പറയേണ്ടത് പറയണമല്ലോ. അതുകൊണ്ട് സാറേ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അവിടുത്തെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ഹോസ്പിറ്റലിൻ്റെ എന്നുവെച്ചാൽ ഇപ്പം ഒരു രോഗിക്ക്
കിടക്കാനൊരു ഇടമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ ബ്ലഡ് പരിശോധിക്കണമെങ്കിൽ 5 നിലയ്ക്ക് താഴെ വരണം, അല്ലെങ്കിൽ യൂറിൻ പരിശോധിക്കണമെങ്കിൽ അത്രയും താഴെ വരണം. അവിടെ കൂടെ നിൽക്കുന്നത് നല്ല ഏജ്ഡായ തള്ളമാരാരെങ്കിലും ആയിരിക്കും. അവർക്കതിന് വരാനോ പോകാനോ ഉള്ള വഴി പോലും അറിയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. ചെല്ലുന്ന ലിഫ്റ്റെല്ലാം കേടായിരിക്കും. ലിഫ്റ്റ് കേടായാൽ എന്താ, നന്നാക്കിക്കൂടെ? അല്ലെങ്കിൽ ലിഫ്റ്റ് കേടായി, ഇത്ര ലിഫ്റ്റ് കേടായി, അത് അടുത്ത മാസത്തെ ശരിയാക്കണമെന്ന് പറയാൻ അവിടെ എന്താ ഈ ഹോസ്പിറ്റലിൽ അതിന് വേണ്ടുന്ന ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരില്ലേ, ജോലിക്കാരില്ലേ, അതിന് വേണ്ടുന്ന സിസ്റ്റമില്ലേ? അതുകൊണ്ട് പാവങ്ങളുടെ അന്നത്തിൽ മണ്ണ് വാരി ഇടാതെ ആരായാലും എത്ര വലിയ ആളായാലും അവരവരുടെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാനുള്ള ഒരു ഉത്തരവും അതിന് വേണ്ടുന്ന മേൽനോട്ടമൊക്കെയാണ് വഹിക്കേണ്ടത്. ഒന്നുമില്ലെങ്കിലും ഇപ്പോൾ തമിഴ്നാട്ടിൽ വിജയ് ചെയ്യുന്ന കണ്ട സിനിമാ സ്റ്റൈലാണെങ്കിൽ എത്ര മനോഹരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്, അത് എത്ര നാൾ ചെയ്യിപ്പിക്കും എന്നുള്ളത് അത് രാഷ്ട്രീയ വിഷയം, അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. എന്നാൽ ഒരു ദിവസം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. അപ്പം ശരി, ഈ ചോറിൻ്റെ കാര്യത്തിൽ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. ആ മെഡിക്കൽ കോളേജ് ഉണ്ടായ കാലം തൊട്ട് കിടക്കുന്ന ആ ബെഡൊക്കെ ഒന്ന് മാറ്റിയിട്ട് പിന്നെ അവിടെയൊക്കെ ഒരു നല്ല സാധനങ്ങളൊക്കെ ഇട്ട് വരുന്നവർക്കൊരു മാന്യമായി ഇരിക്കാനും കിടക്കാനും ഒക്കെ ഉള്ളൊരു സൗകര്യമൊക്കെ ഒപ്പിച്ചാൽ നന്നായിരിക്കും. പുതിയ ബിൽഡിങ്ങിലൊക്കെ അത് കാണുമായിരിക്കും, ഞാൻ പോയിടത്തില്ലായിരുന്നു, അതുകൊണ്ട് പറഞ്ഞു, അത്രയേ ഉള്ളൂ.